യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ അശാന്തമാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് കനത്ത പ്രഹരമാണ് ഇറാൻ നൽകിയത്. ടെല്ലവീവിലും ജെറുസലേമിലും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വർഷിച്ച ഇറാൻ അതേസമയം ഇസ്രായേലിൻ്റെ പോർ വിമാനം വെടിവെച്ചിട്ടതായിട്ടാണ് ഇറാന്റെ വാദം. മധ്യപൂർവ്വ ദേശത്ത് അശാന്തിയുടെ തീ പടർത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം മികച്ചതാണെന്ന ഇസ്രായേൽ അവകാശവാദം ഒരിക്കൽ കൂടി കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവുമായിരുന്നു ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. ജെറുസലേമിൽ നടത്തിയ ഉഗ്രസ്ഫോടനത്തിൽ 50ഓളം സാധാരണക്കാർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടത്തി. ടെല്ലവീവിലേക്ക് നിലയ്ക്കാത്ത മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. തങ്ങളുടെ പ്രധാനപ്പെട്ട 6 ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക തലവനെയും കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചിട്ടേ ഇനി പിന്മാറുകയുള്ളൂ എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി പ്രതികരിച്ചു. അതേസമയം തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം വീണ്ടും നടത്തി. എന്നാൽ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്രതലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. നയതന്ത്ര പരിഹാരം വേണമെന്ന് ഖത്തർ ആവശ്യപ്പെടുമ്പോൾ സമാധാന ആഹ്വാനവുമായി UN സെക്രട്ടറി ജനറലും രംഗത്ത് വന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി പരിശോധനാ വിവാദം. ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, PK ഫിറോസ് എന്നിവർ സഞ്ചരിച്ച വാഹനം വടപുറത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കരളായി പഞ്ചായത്ത് സെക്രട്ടറിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് ഷാഫി പറമ്പിൽ MPയുടെ വാഹനം പരിശോധിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡാണ് പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. വാഹനത്തിൽ ഷാഫി പറമ്പിലിനെ കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ഉണ്ടായിരുന്നു. വാഹന പരിശോധനയിൽ അസംതൃപ്തരായ നേതാക്കൾ ഉദ്യോഗസ്ഥരോട് കയർത്തു. നീ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പെട്ടി തുറക്കാനാ പറഞ്ഞു. ജസ്റ്റ് ഓപ്പൺ ചെയ്യാനല്ല. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്താ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ഫുള്ള് തുറന്നു. വാഹനം പരിശോധിച്ച ശേഷം അകത്തുണ്ടായിരുന്ന പെട്ടി പരിശോധിക്കാതിരുന്നതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. എന്നാൽ സാധാരണഗതിയിലുള്ള പരിശോധനയാണെന്നും അസ്വാഭാവികത ഒന്നുമില്ലെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയെങ്കിലും യുവനേതാക്കൾ തൃപ്തരായില്ല. അതിനിടെ പരിശോധനയിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ തന്നെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണെന്നും പരിശോധന സംബന്ധിച്ച് നേരത്തെ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടന്നത്. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും പൊതുജനം സഹകരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ വാഹനം പരിശോധിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നടപടിയെ വിമർശിച്ച് ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും മനഃപൂർവ്വം അപമാനിക്കുവാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് ഇരുവരും പറഞ്ഞു. വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. അതേസമയം ഞങ്ങളുടെ പെട്ടി കണ്ടാൽ ഇങ്ങോട്ട് എന്തെങ്കിലും തരാൻ തോന്നും എന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ പ്രതികരണം. ഒരേ വിവാദം, ഒരേ നേതാക്കൾ, സ്ഥലവും സമയവും മാത്രമാണ് മാറിയത്. നിലമ്പൂരിലെ പെട്ടി പരിശോധനാ വിവാദത്തെ അങ്ങനെ പറയാം. പാലക്കാടും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തന്നെയായിരുന്നു പെട്ടി വിവാദത്തിന്റെ ഭാഗമായത്. നിലമ്പൂരിൽ പക്ഷേ വാഹന പരിശോധനയ്ക്കിടെയാണ് പെട്ടി തുറന്നുള്ള പരിശോധന ഉണ്ടായത് എന്ന് മാത്രം. അതും നേതാക്കളുടെ നിർബന്ധപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടി പരിശോധിച്ചത്. പരിശോധനയിൽ പരാതിയില്ലെന്നും പക്ഷേ എന്തായിരുന്നു ഉദ്ദേശം എന്നതാണ് പ്രശ്നമെന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ, അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അപമാനിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ വന്ന സ്വാഭാവിക പ്രതികരണം മാത്രമെന്നും വിശദീകരണം. അപ്പൊ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു.
അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അതേസമയം സാധാരണ പരിശോധനയെ വിവാദമാക്കുന്നത് മറ്റൊരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDFനെയാണ് ഇവിടെ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ നമ്മളൊന്നും ഒരു തരത്തിലും പരിശോധിക്കും. ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമുള്ള പരിശോധനകളിൽ പാലിക്കേണ്ട രീതികൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായതെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിലാണ്. അന്വേഷണം ഞങ്ങൾ പെട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കുന്നവർക്ക് വല്ലതും ഞങ്ങൾക്ക് തന്നിട്ട് പോകാനേ തോന്നുള്ളൂ. ആ രീതിയിലാണ് ഞങ്ങളുടെ സ്ഥിതി. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളെക്കാൾ വിവാദ വിഷയങ്ങളാണ് ഓരോ ദിവസവും ചർച്ചയാകുന്നത്. അമൃത ന്യൂസ്, നിലമ്പൂർ. പാലക്കാട്ടെ പെട്ടി പരിശോധനയുടെ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാഹന പരിശോധനയിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് സ്വാഭാവിക പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത വിമർശനം ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പെട്ടി പരിശോധന കൊണ്ടൊന്നും LDFന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല എന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പരിശോധനയെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല, കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. ചർച്ചകൾ വഴിമാറ്റാനാണ് ശ്രമമെന്നും ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു. ഒരാളുടെയും പെട്ടി ഇതുവരെ പരിശോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇടതുപക്ഷ MLAമാരുടെയും MP-മാരുടെയും ഒന്നും പെട്ടി പരിശോധിക്കാൻ ചിലപ്പോൾ കേരള പോലീസിന് അതിനുള്ള ധൈര്യം കാണൂലായിരിക്കാം. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പെട്ടി പരിശോധിക്കേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധി മാറ്റിമറിക്കാൻ നിങ്ങൾ പെട്ടി പരിശോധിച്ചിട്ടും അതല്ലെങ്കിൽ വീട് പരിശോധിച്ചിട്ടും ഇതൊക്കെ നിങ്ങൾ അവസാനം തോറ്റ് അവസാനമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സംഭവവികാസങ്ങളാണ്. നിലമ്പൂരിലെ പരിശോധന രാഷ്ട്രീയം ആയുധമാക്കേണ്ട കാര്യമില്ല എന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം പരിശോധന നടക്കാറുള്ളതാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. കാറിൽ വരുന്നത് ആരൊക്കെയെന്ന് നോക്കേണ്ടതില്ല. മുൻമന്ത്രിയും MPയുമായ K രാധാകൃഷ്ണനെയും പരിശോധിച്ചു. പരിശോധനയോട് സഹകരിക്കുക എന്നതാണ് മാന്യതയുടെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരൊക്കെയെന്നൊന്നും പരിശോധിക്കുന്നവർക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം MPയും മുൻ മന്ത്രിയുമായ രാധാകൃഷ്ണനെ പരിശോധിച്ചു, അബ്ദുൽ വഹാബിനെ പരിശോധിച്ചു, ഒരു മജിസ്ട്രേറ്റിനെ പരിശോധിച്ചു. അവരെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം, അഴിമതിരഹിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പെന്ന്. ആ ഭരണഘടനയൊക്കെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് അവർ പോലീസിനോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിശോധനയുമായി സഹകരിക്കാൻ LDF തയ്യാറെന്ന കൺവീനർ TP രാമകൃഷ്ണൻ. ഷാഫി പറമ്പിലിൻ്റെയും രാഹുലിൻ്റെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്, നിരവധി നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കമ്മീഷന്റെ പരിശോധനയിലുള്ള ഒരു നിലപാടിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എല്ലാ പരിശോധനയുമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെടുന്ന K രാധാകൃഷ്ണൻ MPയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടല്ലോ, ബിജുവിൻ്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനയ്ക്കായി ഇന്ന് സഹോദരനിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കും. DNA സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന. ഡൽഹിയിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനായി DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുകയാണ്. 200-ലധികം പേരുടെ സാമ്പിൾ ഇതുവരെ എടുത്തതായാണ് റിപ്പോർട്ട്. 8 പേരുടെ മൃതദേഹം വിട്ടുനൽകി. DNA പരിശോധന വേഗത്തിലാക്കാനായി ഗുജറാത്ത് സർക്കാർ 36-അംഗ ഫോറൻസിക് വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ പരിസരത്ത് നിന്ന് 21 മൃതദേഹം കണ്ടെത്തി. ഇതിൽ 9 മൃതദേഹം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരുടേതാണ്. പരിക്കേറ്റ 20 പേരിൽ 12 പേർ
പേർ ആശുപത്രി വിട്ടു. അതേസമയം വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പൈലറ്റുമാരുടെ സംഭാഷണം അടങ്ങുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡറിനായും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായും തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അച്ചൻകോവിൽ, വാമനപുരം എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എന്താണ്? രാജേഷ്, സംസ്ഥാനത്ത് ഇനി അടുത്ത മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പിൽ നേരത്തെ 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പള്ളിക്കൽ, വാമനപുരം എന്നീ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും കടലാക്രമണ സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിലവിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മഴ ചെറുതായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഏതായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. രാജേഷ്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദ സന്ദേശ വിവാദത്തിൽ നേതാക്കൾ ഖേദപ്രകടനം നടത്തിയതായി റിപ്പോർട്ട്. CPI നേതാക്കളായ കമല സദാനന്ദനും KM ദിനകരനും ബിനോയ് വിശ്വത്തോട് ഖേദപ്രകടനം നടത്തിയതായാണ് റിപ്പോർട്ട്. സംഭവത്തിൽ നേതാക്കൾ ഖേദപ്രകടനം നടത്തിയെങ്കിലും ബിനോയ് വിശ്വം അത് സ്വീകരിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ. തനിക്കറിയാവുന്ന നേതാക്കൾ തനിക്കെതിരെ മോശമായ പരാമർശം നടത്തില്ല എന്ന് ബിനോയ് വിശ്വവും പ്രതികരിച്ചു. അതിനിടെ ബിനോയ് വിശ്വത്തിനൊപ്പം 2 നേതാക്കളും ഒരേ വേദി പങ്കിട്ടു. CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിലാണ് മൂവരും പങ്കെടുത്തത്. എന്നും പറയേണ്ട കാര്യമില്ല, ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, അതൊന്നും ഒരൊറ്റ അക്ഷരം പറയാനില്ല. നേതാക്കള് മാപ്പ് ചോദിച്ചിട്ട് ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. എല്ലാം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. ബന്ധപ്പെട്ടിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഞങ്ങളുടെ സാക്കളല്ലേ, ഞങ്ങളെ ബന്ധപ്പെടും, കാണും, മിണ്ടും ഒക്കെ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ശബ്ദരേഖ പുറത്തു വന്ന സംഭവത്തിൽ പ്രതികരണവുമായി സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ. താനൊന്നും പറഞ്ഞിട്ടില്ല എന്നും ആരോടും ഖേദപ്രകടനം നടത്തിയിട്ടില്ല എന്നുമായിരുന്നു കമല സദാനന്ദൻ്റെ പ്രതികരണം. ബിനോയ് വിശ്വത്തിനെതിരെ കമല സദാനന്ദൻ്റെയും MK ദിനകരൻ്റെയും ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അതൊക്കെ പാർട്ടി പറയും, മറ്റു പറഞ്ഞിട്ടുണ്ട്. ഖേദപ്രകടനം നടത്തിയത് ഖേദപ്രകടനം നടത്തിയില്ല ഒരാളോട് ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, കമല സദാനന്ദൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ബിനോയ് വിശ്വം ഒന്നും കേട്ടിട്ടുമില്ല. എന്താണ് CPIക്കുള്ളിൽ നടക്കുന്നത്? തീർച്ചയായും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് CPI പാർട്ടിയിലെ ശബ്ദസന്ദേശ രേഖ വിവാദവുമായി ബന്ധപ്പെട്ട് 3 പേരും, അതായത് ഈ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ ഈ ആരോപണത്തിൽ വിധേയരായ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന നേതാക്കളായ 3 പേരും ഒരേ വേദി പങ്കിട്ടു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഈ വേദിയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും വന്നത്. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രതികരണം തനിക്കറിയാവുന്ന നേതാക്കൾ തന്നോട് ചെയ്യില്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. അതേസമയം ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ കമല സദാനന്ദൻ,
സച്ചിദാനന്ദൻ പറയുന്നത് താൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പറയേണ്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് കമ്മിറ്റിയിലടക്കം ജില്ലാ കമ്മിറ്റിയിലടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ വിവാദമായ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചകളായിരുന്നു. പാർട്ടി തലത്തിലടക്കം സംസ്ഥാന തലത്തിലടക്കം വലിയ ചർച്ചകൾ വഴിവെച്ചിരുന്നു. അതുപോലെ തന്നെ ഈ സംഭവം വിവാദമായതോടെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അന്വേഷണത്തിനും അതുപോലെ തന്നെ ഈ നേതാക്കളോട് വിശദീകരണവും തേടിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെയാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കളെ നേരിട്ട് വിമർശിക്കാതെ അല്ലെങ്കിൽ കൊള്ളേണ്ട രീതിയിൽ വിമർശിക്കാതെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ ബിനോയ് വിശ്വം നടത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് പ്രധാനമായും പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളാതെ, അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാത്തവരുണ്ടെന്നായിരുന്നു ഈ രണ്ടുപേരെയും എം കെ ദിനകരനെയും അതുപോലെ തന്നെ കമല സദാനന്ദിനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒരു നേരിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള വിമർശനം ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ളത്. എന്തായാലും മറ്റു പ്രതികരണങ്ങൾ വരും. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ സംസ്ഥാനതല കമ്മിറ്റിയുടെ അന്വേഷണം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. നിരവധി തവണ മാറ്റിവെച്ച ആക്സിയം 4 ദൗത്യം വ്യാഴാഴ്ച എന്ന സൂചന. ഫാൽക്കൺ 9 റോക്കറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടത്തുക. ISRO, ആക്സിയം സ്പേസ് എക്സ് എന്നിവ തമ്മിലുള്ള നിർണായക ഏകോപന യോഗത്തിന് ശേഷമാണ് വിക്ഷേപണ തീയതി സ്ഥിരീകരിച്ചത്. 2 ആഴ്ച ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാകും ശുഭാൻശു അടക്കമുള്ള 4-അംഗ സംഘം തിരിച്ചെത്തുക. ഈ ദൗത്യത്തോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ എന്ന ചരിത്രം ശുഭാൻശു ശുക്ലയ്ക്ക് സ്വന്തം. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും പരോക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മൗനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. സമയമാറ്റം മാന്യ സമീപനം അവഗണിക്കരുത് എന്ന തലക്കെട്ടോടെ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. വിഷയത്തിൽ അനുകൂലമായി നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിയും സമസ്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശ സംരക്ഷണ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് അവസരവാദപരം എന്നാണ് സംസ്ഥാന മുഖപത്ര ലേഖനത്തിലെ വിമർശനം. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മൗനത്തിന്റെ അർത്ഥം എന്താണെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. അതോടൊപ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്ലാമിക സംഘടന പ്രതിഷേധിക്കാത്തത് സർക്കാരിൽ നിന്നുള്ള അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചാണ്. ഒരു വിഭാഗം ആയുധമെടുക്കും മുമ്പേ യുദ്ധം ഇല്ലാതെയാക്കുന്ന പോരാളിയാണ് ബുദ്ധിശാലിയായ ഭരണാധികാരിയെന്നും സംസ്ഥാന മുഖപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ സ്കൂൾ പഠന സാഹചര്യം എന്തെന്ന് സർക്കാരിനെ കോടതിയെ ബോധ്യപ്പെടുത്താനാകണം. ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും പഠനത്തെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ സ്കൂളുകളിൽ എങ്ങനെ പഠന സമയം ക്രമീകരിക്കാമെന്ന് കഴിഞ്ഞ അവധിക്കാലത്ത് തന്നെ സർക്കാരിന് തീരുമാനിക്കാമായിരുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം മതപഠനത്തിനും പ്രാധാന്യം നൽകുന്ന വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ പരിഗണിക്കാത്ത ഉദ്യോഗസ്ഥ ലോബിയെപ്പറ്റി മന്ത്രിമാർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതം പഠന സമയം കൂട്ടുന്നത് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ലെന്ന സർക്കാരിൻ്റെ വാദം വസ്തുതാപരമല്ലെന്നും ലേഖനത്തിലുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കഴിഞ്ഞ കുറേയധികം വർഷമായി അതേ കടലിനെ ഭയന്ന് ജീവിക്കുകയാണ്. പ്രക്ഷുബ്ധമായ കടൽ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഇരച്ചു കയറുകയാണ് അവരുടെ ജീവിതത്തിലേക്ക്. കൊച്ചി ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മാണം പൂർണ്ണമായും നടപ്പിലാകാതെ ദുരിതം അനുഭവിക്കുകയാണ് തീരദേശ നിവാസികൾ. ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കടലെടുത്തു പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നത് ഒരു ജനതയാണ്. മറ്റെല്ലാവരെയും പോലെ അന്തസ്സോടെയും സുരക്ഷയോടെയും ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി ചെല്ലാനം തീരദേശ നിവാസികൾക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഏതു സമയത്തും ഉള്ളതെല്ലാം തകർത്തിടാൻ കടലിങ്ങ് ഇരച്ചെത്തുമെന്ന അവസ്ഥ അവരെ ഭയപ്പെടുത്തുകയാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇവിടെ കിടന്ന്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാധനമൊക്കെ കുറേ ഒഴുകിയൊക്കെ പോയി, പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ പോയി. ഞങ്ങൾ ഇവിടം വരെ വെള്ളം കയറി വന്നു. ഞങ്ങൾ അത്താഴപ്പണ്ടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടലോരത്ത് കിടന്ന് ഇപ്പം എത്ര മാസമായി കടലിൽ പണി ഉണ്ടായിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ പണിയില്ലാതെ കൊണ്ട് വലഞ്ഞു നടക്കണേ. കാര്യം എന്ത് ചെയ്യാനാണ്? നമ്മുടെ സാധാരണ എപ്പോഴും ആ ദുരിതങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വോട്ടറിൽ നമ്മൾ പലരും വരുന്നുണ്ട്, ആ സമയത്ത് ആരും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പുതിയ സംഭവം പാസ്സായിട്ട് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങളുടെ ഇവിടെ ഇത്തരം ഭാഗം ചിലവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ചെയ്തിട്ടില്ല. കടൽ ഭിത്തി സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ചെല്ലാനുകാരുടെ ആവശ്യത്തിന് ഇതുവരെയും ഒരു നീക്കിപ്പോക്കുണ്ടായിട്ടില്ല. കടൽക്ഷോഭം തടയാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്ന സർക്കാർ വാഗ്ദാനവും ഇതുവരെ പാലിക്കപ്പെട്ടില്ല.
സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ നിത്യചിലവിന് പോലും പ്രതിസന്ധി നേരിടുകയാണ് ഇവർ. ഭയങ്കര ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്രയും ഞങ്ങളെ തള്ളിയിട്ടേക്കണമെന്ന് പറയും. ഈ പുത്തൻതോട് ഗ്യാപ്പ് മുതൽ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ ആ കടപ്പുറത്തായിട്ടൊന്ന് കയറി നോക്കി അറിയാം, കല്ലില്ല, ഒട്ടും കല്ലില്ല. കടൽ കയറി വീടുകളുടെ ചുമരുകളടക്കം അടർന്നു തുടങ്ങി. പൊറുതിമുട്ടി തീരദേശ മേഖലയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് കുടിയേറിപ്പാർത്തവരും നിരവധിയാണ്. സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഫലം കാണാതായതോടെ പകച്ചു നിൽക്കുകയാണ് ചെല്ലാനം നിവാസികൾ. ചെല്ലാനത്തെ തീരദേശ നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് കടൽ ഭിത്തി നിർമ്മിക്കുക എന്നത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ട് പോലും താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോലും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. ചെല്ലാനത്ത് നിന്നും ക്യാമറമാൻ പി ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. കടലെടുത്ത ഭൂമിക്കും നികുതി അടയ്ക്കുകയാണ് കാസർഗോഡ് കൊവ്വൽ കടപ്പുറത്തെ കുടുംബങ്ങൾ. 10 സെന്റ് മുതൽ 40 സെന്റ് സ്ഥലം വരെ അറബിക്കടലിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായി. പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളുടെ ഭൂമിയാണ് കടലായി മാറിയത്. കര പൊട്ടുണ്ടല്ലേ, അവിടെ വരെ ഉണ്ടായി. അതിന് റോഡ് തിരയടിച്ചു വരുന്ന കടലിൽ അങ്ങകലേക്ക് വിരൽ ചൂണ്ടി കൊവ്വൽ കടപ്പുറത്തെ KC ഗോപാലനും വെള്ളച്ചിയും ദാമോദരനും മാലതിയും മാധവിയുമെല്ലാം പറയുന്നത് ഞങ്ങൾക്കവിടെ ഭൂമിയുണ്ടായിരുന്നുവെന്ന്. 100 കണക്കിന് തെങ്ങുകളും ചവോക്കുമരങ്ങളും തീരദേശ റോഡും ഉൾപ്പെട്ടിരുന്ന പ്രദേശം കടലായി മാറിയിട്ട് വർഷങ്ങളായി. നമ്മളെ സ്ഥലമെല്ലാം കടലിലുണ്ട്, കുറെ സ്ഥലം പോയിട്ടുണ്ട്, കുറെ കാറ്റാടി മരം ഉണ്ടായി, ചാടുമാവളി ഒരു മരം ഉണ്ടായി, ചെടി ഉണ്ടായി, വേറെ മുള്ളു പോലത്തെ ഒരു ചെടി ഉണ്ടായി. അതിനപ്പുറമാണ് കടലിലെ. അപ്പൊ അത് വന്ന് ഇങ്ങോട്ട് വീട് പോയി. 68 സെന്റ് സ്ഥലമുണ്ടായിരുന്ന കൊവ്വൽ കടപ്പുറത്തെ ഇരിയണ്ണി മാധവിക്ക് നിലവിൽ 46 സെന്റ് മാത്രമേയുള്ളൂ. വെള്ളച്ചിയുടെ 120 സെന്റ് സ്ഥലത്തു നിന്ന് 40 സെന്റ് ഭൂമി കടലായി മാറി. കടലായി മാറിയ ഭൂമിക്ക് കുടുംബങ്ങൾ ഇപ്പോഴും നികുതി അടക്കുന്നുണ്ട്. മാറ്റിയിട്ടില്ലല്ലോ, ഇപ്പൊ നമ്മ പണ്ടേ ഇല്ല നികുതി തന്നെയല്ലേ ഇപ്പോഴും അടക്കുന്നില്ലെന്ന്. പൈസ ഗവൺമെന്റ് കൊടുക്കാന്നേ 32 സെന്റ് ഉണ്ടായത്. പോയി ഇപ്പൊ അത്രയുണ്ട്. അധ്യയന കടന്ന് കൊണ്ടുപോകും. അവശേഷിക്കുന്ന സ്ഥലവും വീടും വർഷങ്ങൾക്കകം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. എനിക്ക് ഈ വർഷം വന്നാലും ഏകദേശം വീട് വരെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പൊ ഈ തീരദേശത്തില്ല ആ ഒരു ഇതാണ് ഇല്ല. എല്ലാവരും കാലവർഷം വരുമ്പോ വരും, നോക്കും, പോവും, വിറ്റിയിട്ട് അങ്ങനെ ആക്കാന്നെല്ലാം പറയുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നികുതി ഇളവ് നൽകണമെന്ന് റവന്യൂ അധികൃതരോട് അറിയിച്ചെങ്കിലും ഇതുവരെ നടപടികളില്ല. ഇത്തരത്തിൽ കൊവ്വൽ കടപ്പുറത്തെ 50ഓളം കുടുംബങ്ങളുടെ ഭൂമിയാണ് കടലിന്റെ ഭാഗമായി മാറിയത്. കഴിഞ്ഞ 20 വർഷ കാലയളവിനിടയിലാണ് സാധാരണ നിലയിലായിരുന്ന തെങ്ങിൻ പറമ്പുകൾ കടൽ കയറി വന്ന് ഇല്ലാതായത്. പ്രദേശത്ത് 3 വർഷം മുൻപ് സ്ഥാപിച്ച ജിയോ ബാഗുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കായിക വാർത്തകൾ നോക്കാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക വിജയപ്രതീക്ഷയിൽ. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 3-ാം ദിവസം പൂർത്തിയായപ്പോൾ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 213 റൺസ് എടുത്തിട്ടുണ്ട്.